ആമേ പരിപാലിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ് പ്രിയമുള്ളവരെ. ആമേൻ സ്തോത്രം. കർത്താവ് നമ്മുടെ ചങ്കിലെ ചോര തന്നുകൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് ആമേൻ കർത്താവിനെ സ്തുതിക്കുവാൻ ഇന്ന് ബലത്തോടെ ആരോഗ്യത്തോടെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരെല്ലാം നമ്മളെ കൈവിട്ടാലും ഒരു താഴ്വരയും നമ്മളെ ഏകനായി തീർന്നാലും നമ്മളെ ഒരിക്കലും കൈവിടാത്ത ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരങ്ങളെ അടിച്ച് ആമേൻ കർത്താവ് നമുക്ക് തന്ന ശബ്ദത്തിൽ നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവ കൃപയാൽ നിർത്തിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. ഒഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻകീഴെ വഹിക്കും പോലെ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാൽ വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നെ നടത്തിയതാൽ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാൽ വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നെ നടത്തിയതാൽ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, ആമേൻ, കർത്താവിന്റെ ദയയാൽ നമ്മളെ താങ്ങി നിർത്തിയ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും ആമേൻ മതിയാകത്തില്ല പ്രിയമുള്ളവരെ. ആമേൻ, പലപ്പോഴും ഈ ലോകത്തിന്റെ ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, നമ്മുടെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ സ്തോത്രം നമ്മൾ പോകുന്ന ആമേൻ സ്തോത്രം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള ആമേൻ വിവിധ തരങ്ങളിൽ നമ്മളെ കഴിവുകൾ ഇല്ലെന്ന് പറഞ്ഞ് നമ്മളെ പലരും മാറ്റി നിർത്താറുണ്ട്. എന്നാൽ സ്തോത്രം ആമേൻ സ്തോത്രം, നമ്മുടെ ബലഹീനതകളെ നോക്കിക്കൊണ്ട് ബലഹീനതകളെ തികഞ്ഞു വരുന്ന ഒരു ദൈവ സാന്നിധ്യം തന്ന് നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. നമുക്ക് എത്ര കഴിവില്ലെങ്കിലും നമ്മുടെ ആ ബലഹീനതകളെ നോക്കി തന്നെ ആമേൻ സ്തോത്രം ഒരു ഭക്തനെ ദൈവം നടത്തുകയാണ്. ആമേൻ, ദൈവം പറയുവാണ് സ്തോത്രം, നിങ്ങൾ ആമേൻ, മോശയോട് ദൈവം പറയുവാ, നീ വിക്കനാണെങ്കിലും തടിച്ച നാവുള്ളവനാണെങ്കിലും ആമേൻ ഈ 40 ലക്ഷം ജനത്തെ നടത്തുവാൻ ആമേൻ എന്റെ കൃപ നിനക്ക് മതി. ആമേൻ, നിന്റെ കയ്യിലിരിക്കുന്ന ഒരു വടി ഉണ്ടല്ലോ, സാധാരണ വടിയല്ല. ആമേൻ, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം, പിന്നീട് ഓൺലൈനായിട്ട് ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ആരെങ്കിലും സ്തോത്രം കഴിവില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആമേൻ ഇന്ന് ഈ ഗാനം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ, കർത്താവിന്റെ കൃപ ആമേൻ നിങ്ങൾ ഓരോരുത്തരിലേക്ക് നമ്മളിലേക്ക് ഇറങ്ങി വരും. നമ്മുടെ കഴിവുകൾക്കപ്പുറമായി ആമേൻ നമ്മുടെ കുറവുകളെ പരിഗണിച്ച് നടത്തുന്ന ഒരു ദൈവം. ആമേൻ സ്തോത്രം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഓരോരുത്തർക്കും ഓരോ അനുഭവം പറയാറുണ്ട്. നമ്മുടെ കഴിവില്ലായ്മയില് ആമേൻ ആരും നമ്മളെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, ഏകാന്തമായ അവസ്ഥയിൽ കർത്താവ് നമ്മളെ വിളിച്ചു. ആ കർത്താവിന് നമ്മുടെ സ്നേഹം തേടി വന്നതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് ആരോഗ്യത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചത്. അടുത്തൊരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. കഴിവല്ല യേശു കണ്ട യോഗ്യത, കുറവാണ് യേശു കണ്ട യോഗ്യത എന്ന് പറയുന്ന ആമേൻ ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി സ്തുതിക്കാം. കഴിവല്ലന്നേശു കണ്ട യോഗ്യത, കുറവാണെന്നേശു കണ്ട യോഗ്യത. നിറമല്ലന്നേശു കണ്ട യോഗ്യത, നിറവാണെന്നേശു കണ്ട യോഗ്യത. കഴിവല്ലന്നേശു കണ്ട യോഗ്യത, കുറവാണെന്നേശു കണ്ട യോഗ്യത. നിറമല്ലന്നേശു കണ്ട യോഗ്യത, നിറവാണെന്നേശു കണ്ട യോഗ്യത. പണമല്ലന്നേശു കണ്ട യോഗ്യത, കണ്ട യോഗ്യത. കഴിവല്ലന്നേശു കണ്ട യോഗ്യത, കുറവാണെന്നേശു കണ്ട യോഗ്യത. ഉയർച്ചയിൽ യേശു കണ്ട യോഗ്യത, താഴ്ചയാണ് യേശു കണ്ട യേശു വളർച്ചയിൽ യേശു കണ്ട യോഗ്യത, എന്റെ തകർച്ചയാണ് യേശു കണ്ട യോഗ്യത. ഉയർച്ചയിൽ യേശു കണ്ട യോഗ്യത, താഴ്ചയാണ് യേശു കണ്ട യോഗ്യത. വളർച്ചയിൽ യേശു കണ്ട യേശു എന്റെ തളർച്ചയാണ് യേശു കണ്ട യോഗ്യത. യേശു കണ്ട യോഗ്യത, വാടി വീണതാണ് യേശു കണ്ട യോഗ്യത. കഴിവല്ലന്നേശു കണ്ട യോഗ്യത, കുറവാണെന്നേശു കണ്ട യോഗ്യത. തങ്കവും പൊന്നുമല്ല യോഗ്യത, തങ്ക കഷ്ടത യേശു തന്ന യോഗ്യത. ഭാവി എന്താകുമെന്ന വേദന, ഭാരം പേറി നടന്നതെന്റെ യോഗ്യത. തങ്കവും പൊന്നുമല്ല യോഗ്യത, കഷ്ടത യേശു തന്ന യോഗ്യത. ഭാവി എന്താകുമെന്ന വേദന, ഭാരം പേറി നടന്നതെന്റെ യോഗ്യത. ബലമല്ലന്നേശു കണ്ട യോഗ്യത, എന്റെ ബലഹീനത യേശു കണ്ട യോഗ്യത. കഴിവല്ലന്നേശു കണ്ട യോഗ്യത,
കുറവാണെന്നേശു കണ്ട യോഗ്യത. ആമേൻ. കഴിവല്ലെന്നേശു കണ്ട യോഗ്യത. കുറവാണെന്നേശു കണ്ട യോഗ്യത. അതേ പ്രിയമുള്ളവരെ, സ്തോത്രം. കഴിവ് കണ്ടിട്ടല്ല, നമ്മുടെ കുറവുകളെ കണ്ട് നമ്മളെ സ്നേഹിച്ച് സ്തോത്രം നമ്മൾ നടത്തിയ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. സ്തോത്രം. ഒരു പാട്ടുകാരൻ പ്രകാരം സ്തോത്രം മുട്ടൻ ഗീവർഗീസ് എന്നറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിതത്തിന്റെ അനേക പ്രതിസന്ധി ഘട്ടത്തിൽ പ്രിയ ദേവദാസൻ ഇപ്രകാരം പാടുകയുണ്ടായി. സ്തോത്രം. താൻ സ്തോത്രം സ്നേഹിച്ച് സ്തോത്രം നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടന്ന സ്തോത്രം ദേവദാസന്മാർ, ദൈവമക്കളൊക്കെ സ്തോത്രം ദൈവസഭയിൽ ഒരു വ്യക്തികൾ പോലും ഇല്ലാതെ എല്ലാവരും സ്തോത്രം ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ ആ പ്രിയ ദേവദാസനെ വിട്ട് മാറിപ്പോയി. സ്തോത്രം. ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞ് പ്രിയ ദേവദാസന് ഒത്തിരി വേദന ഉളവാക്കുന്ന ഒരു വിഷയം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. പ്രിയ ദേവദാസന് സ്തോത്രം ശുശ്രൂഷയ്ക്കായിട്ട് പോയാണ്. തിരിച്ചു വന്ന സമയത്ത് ആരും ആശ്രയമില്ലാതെ സ്തോത്രം പലരും ചേർന്ന് നിൽക്കുമെന്ന്, കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും പലരും മാറിപ്പോയപ്പോൾ പ്രിയ ദേവദാസൻ വേദനയിൽ കർത്താവിന്റെ നിന്ന് എഴുതിയ ഒരു ഗാനമാണ് എന്താനന്ദം എനിക്ക് എന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. പ്രിയമുള്ളവരെ, സ്തോത്രം. ഈ ജീവിതം സന്തോഷം നിറഞ്ഞതല്ല, സന്താപം നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. സ്തോത്രം. ഇപ്രകാരം പ്രിയ ദേവദാസൻ എഴുതി, ഒന്നും കണ്ടിട്ടല്ല എന്റെ ജീവിത ആരംഭം വിശ്വാസ കാഴ്ചകളിൽ അത്രേ തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്ന് ഒന്നിനും മുട്ടില്ലാതെ വേണം. നമുക്ക് പലർക്കും സ്തോത്രം ആശ്വാസം തന്നിട്ടുള്ള ഈ ഗാനത്തിന്റെ ചില വരികൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമിലോകെ ഞാനാകിലും സാന്ത്വനം തരും ശുഭമെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ കാഴ്ചവടിലത്രേ. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ കാഴ്ചവടിലത്രേ. തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ ഒന്നിനും ഇല്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സാധ്യമെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബന്ധം ചെയ്തോ. കൂട്ടത്തോടെ വിട്ടു പോയെന്നാലും കൂട്ടായി യേശു എനിക്കുള്ളതാൽ എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ആരു സഹായിക്കും ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. ആരു സഹായിക്കും ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാർവിൽ. തീരെ ബലഹീനയായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാർവിൽ. എത്തും സഹായം അത്യത്ഭുതമാം വിധം തൊട്ട് സുഖപ്പെടുത്തുമെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം.
അതേ പ്രിയമുള്ള കർത്താവിന്റെ കൂടെയുള്ള വാസം എത്ര മനോഹരമാണ്. ആമേൻ. ആരെല്ലാം നമ്മളെ കൈവിട്ടാലും നമ്മളെ കൈവിടാത്ത ദൈവത്തിന്റെ സ്നേഹം ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സ്വതന്ത്രം ആമേൻ, വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം. ആരും നമ്മളെ സഹായിച്ചില്ലെങ്കിലും ആരെല്ലാം നമ്മളെ മാറ്റി നിർത്തിയാലും നമ്മുടെ ദൈവം നമ്മളെ എന്നും പരിപാലിക്കുന്ന ദൈവമാണ്. ആമേൻ, സ്തോത്രം. ഇത് വെറുതെ പാടുന്ന ഒരു ചെറിയ പാട്ടായിട്ട് നിങ്ങൾ കാണാതെ ഈ പാട്ടിന്റെ ഓരോ വരികളും ആമേൻ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുന്ന രീതിയിൽ ആമേൻ, ആ ദേവദാസം വേദനയുടെ നടുവിൽ എഴുതിയ പാട്ട് പിൽക്കാലങ്ങളിൽ ഒത്തിരി പേർക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി തീർന്നു. ആമേൻ, സ്തോത്രം. ഈ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു ഗാനം ആലപിക്കുന്നത് രോഗികൾക്ക് നല്ല വൈദ്യനാകുമ്പോൾ യേശുദാൻ. ആമേൻ, സ്തോത്രം. ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും ഇന്ന് രോഗത്തിന്റെ അവസ്ഥയെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, പിന്നീട് ഓൺലൈനിലായിട്ട് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, സ്തോത്രം, എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും ആമേൻ, സ്തോത്രം, ഞാൻ ഈ പാട്ട് പാടുവാൻ ഇടയായി തീർന്നു. ഒരു ദിവസം എന്റെ മമ്മി, ആമേൻ, സ്തോത്രം, എന്റെ ഹസ്ബൻഡ്, ആമേൻ, സ്തോത്രം, കുഞ്ഞ്, അതുപോലെ കൊറോണയുമായിട്ടുള്ള വിഷയത്തിൽ ആമേൻ, സ്തോത്രം, അവരെ ആമേൻ അഡ്മിറ്റ് ആകത്തെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എന്നാൽ അഡ്മിറ്റ് ആക്കിയില്ല, വീട്ടിലേക്ക് വരികയുണ്ടായി. എന്റെ കുഞ്ഞിന് സിവിയർ ആയിട്ട് ആമേൻ പനിയൊക്കെ കൂടുവാൻ ഇടയായി തീർന്നു. അന്ന് രാത്രി എനിക്ക് ഭയങ്കര ആശ്വാസം ഒരു വാക്കാണ് ആമേൻ, സ്തോത്രം, ആമേൻ, തന്റെ പാദപീഠം എന്റെ വൈദ്യശാലയാണ്, അതിൽ ഉണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. പല പ്രാവശ്യം ആ പാട്ട് കേട്ടുണ്ടെങ്കിലും അന്ന് രാത്രി എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച് അന്ന് രാവിലെ എന്റെ കുഞ്ഞ് യാതൊരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് കാണുവാൻ 16 ദിവസം മമ്മിയും അച്ചാച്ചനും കൊറോണയായിട്ട് ഭാരപ്പെട്ടെങ്കിലും എന്റെ കർത്താവ് ആമേൻ സൗഖ്യം തരുവാനിടയായി തീർന്നു. ഓരോ ഗാനത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആമേൻ പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ആമേൻ നമുക്ക് പാടി ആശ്വസിപ്പിക്കാനാണ് സ്വന്തം ഭക്തന്മാർ നമുക്ക് വേണ്ടി അനേക ഗാനങ്ങൾ എഴുതുവാനിടയായി തീർന്നത്. ആ ഗാനത്തിന്റെ ഒരു വഴി ഞാൻ നിങ്ങളുമായി പാടുവാൻ ആഗ്രഹിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന ആ ഗാനം ആമേൻ വിശ്വാസത്തോടെ പാടാം. ആരെങ്കിലും രോഗത്തിന്റെ അവസ്ഥയെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ ഈ ഗാനം എന്നോട് ചേർന്ന് പാട്. കർത്താവ് നിങ്ങളെ പൂർണ്ണമായിട്ട് സൗഖ്യം തരും, ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഒരുമിച്ച് നമുക്ക് വിശ്വാസത്തോടെ പാടാം. രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമേശു താൻ, പാല രോഗികൾ തന്നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു. രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമേശു താൻ, പാല രോഗികൾ തന്നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു. തന്റെ പാദപീഠമെന്റെ വൈദ്യശാലയാം, ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. തന്റെ പാദപീഠമെന്റെ വൈദ്യശാലയാം, ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. വ്യാധി പീഡയാൽ വലയും മർത്യഗണത്തിൽ സർവവ്യാധിയും ചുമന്നൊഴിച്ച നാഥനീവൻ താൻ. എന്തുമാത്രം വേദനകൾ സ്വന്തമേനിയിൽ യേശു ശാന്തമായി സഹിച്ചു മാനം നൊന്തെനിക്കായി. എന്തുമാത്രം വേദനകൾ സ്വന്തമേനിയിൽ യേശു ശാന്തമായി സഹിച്ചു മാനം നൊന്തെനിക്കായി. വ്യാധിയിലെന്റെ കിടക്ക മാറ്റി വിരിച്ചു, ബഹുമോദമായി താൻ ശുശ്രൂഷ ചെയ്യുന്നു. യേശുവിൻ കൈ എൻ ശിരസിൻ മേലിരിക്കുന്നു, എന്നെ യേശു ആശ്ലേഷിച്ചിടുന്നു. തൻ വലം കൈയാലാമേൻ രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമേശു താൻ, പല രോഗികൾ തന്നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു. അതേ പ്രിയമുള്ളവർ, ഏതെല്ലാം രോഗത്തിന്റെ അവസ്ഥയിലൂടെ ഭാരപ്പെട്ടാലും കർത്താവ് നമുക്ക് ആശ്വാസവും വിടുതലും നൽകുന്ന ദൈവമാണ്. ആമേൻ. നിങ്ങളെല്ലാവരെയും ആമേൻ കർത്താവ് അതിശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കന്നഡ ഗാനത്തിന്റെ 2 വരി പാടിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വർഷിപ്പിലൂടെ അവസാനിക്കുകയാണ്. ആമേൻ. കർത്താവേ, ആമേൻ, നീ എത്ര സൗന്ദര്യമുള്ള ദൈവമാണ്, എത്ര സുന്ദരനാണ്. നമ്മുടെ ദൈവം 10,000ങ്ങളിൽ ശ്രേഷ്ഠകരനായ ദൈവമാണ്. അനുദിനവും നമ്മളെ നടത്തുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ആമേൻ നന്നപ്രിയ യേശുവേ എന്നുള്ള ഗാനത്തിന്റെ ചില വരികൾ നമുക്ക് ശ്രദ്ധിക്കാം.
ನನ್ನ ಪ್ರಿಯ ಯೇಸುವೆ ನೀನು ಎಷ್ಟೋ ಸುಂದರ, ಬಾಳ ಬೆಂಕಾರ, ನನ್ನ ಬಾಳ ಬೆಂಕಾರ. ನನ್ನ ಪ್ರಿಯ ಯೇಸುವೆ ನೀನು ಎಷ್ಟೋ ಸುಂದರ, ಬಾಳ ಬೆಂಕಾರ, ನನ್ನ ಬಾಳ ಬೆಂಕಾರ. ನೀನಿರುವೆ ನನಗೆ ಭಯವೇನಿಲ್ಲ, ನೀನಿರುವೆ ನನಗೆ ಸೋಲಿಲ್ಲ, ನೀನಿರುವೆ ನನಗೆ ಭಯವೇನಿಲ್ಲ, ನೀನಿರುವೆ ನನಗೆ ಸೋಲಿಲ್ಲ. ನನ್ನ ಪ್ರಿಯ ಯೇಸುವೆ ನೀನು ಎಷ್ಟೋ ಸುಂದರ, ಬಾಳ ಬೆಂಕಾರ, ನನ್ನ ಬಾಳ ಬೆಂಕಾರ. ಹಸಿರಾದ ಹುಲ್ಲಿನ ಗಾವಲಲ್ಲಿ, ಹಸಿರಾದ ಹುಲ್ಲಿನ ಗಾವಲಲ್ಲಿ ಅನುದಿನವೂ ನನ್ನೆ ನಡೆಸುವೆ, ಅನುದಿನವೂ ನನ್ನೆ ನಡೆಸುವೆ. ನೀನಿರುವೆ ನನಗೆ ಭಯವೇನಿಲ್ಲ, ನೀನಿರುವೆ ನನಗೆ ಸೋಲಿಲ್ಲ. ನನ್ನ ಪ್ರಿಯ ಯೇಸುವೆ ನೀನು ಎಷ್ಟೋ ಸುಂದರ, ಬಾಳ ಬೆಂಕಾರ, ನನ್ನ ಬಾಳ ಬೆಂಕಾರ. ആമേൻ സ്തോത്രം. ഈ സൂം പ്ലാറ്റ്ഫോമിൽ അതുകൊണ്ട് ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമേൻ സ്തോത്രം. കർത്താവ് വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഉള്ള ആത്മീയ ശുശ്രൂഷകളിൽ ആമേൻ ദൈവവചന ശുശ്രൂഷയിൽ കർത്താവ് പ്രിയ റോയി പാസ്റ്റർ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനെ സമയം തന്ന ജോൺസൺ പാസ്റ്ററുടെ നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.